ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് SV ചെയ്യാൻ വിചാരിച്ച്. കുറേ ഞങ്ങൾ SV9 ചെയ്തത് എപ്പോഴാണ് എനിക്കാൻ ഓർമ്മയില്ല. SV9 എന്തായാലും ഒരു 3 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. ഗൈസ്, ഇന്ന് SV10 ആണ് ചെയ്യുന്നത്. കണ്ടന്റ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ ആശ്വാസപ്പെടുകയാണ്. ഗൈസ്, അതുകൊണ്ട് ഇന്ന് SV10 ചെയ്യാൻ വിചാരിച്ചു. ഗൈസ്, ആ വെളിച്ചം വരുന്നുണ്ടോ കേട്ടോ, ഇങ്ങനെ ഒരു ഷെയ്ഡ് വന്നുണ്ടോ. ഗൈസ്, നമുക്ക് ചായ കുടിക്കാം. രാവിലെ എണീച്ചോടാണ് ഞാൻ ഈ ക്ലിപ്പ് എടുത്തത്. ഗൈസ്, പുറത്ത് നല്ല വെയിലാട്ടോ ഇന്ന്. നല്ല നൈസ് ചായ എടുക്ക്. വെള്ളയപ്പം ഇതെന്താ ഇത്ര പടൊന്നും വേണ്ട, 2 അല്ല 1 മതി. വെള്ളയപ്പം ചിക്കൻ കറി കേട്ടോ. ഇതെന്താ ഇരിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം കൊണ്ടുവെക്കുന്നത്. എൻ്റെ കാലിൻ്റെ കാര്യത്തിൻ്റെ തീരുമാനം. ഗൈസ്, ചായ കുടിച്ചു. ഞാൻ ആദ്യമായിട്ടാട്ടോ ടൈം ലാപ്പിൽ എടുക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അടിപൊളിയായിരുന്നു. ഞാൻ കണ്ടുനോക്കി 2 മിനിറ്റ് എടുത്ത് ഫുഡ് കഴിക്കാം, പക്ഷേ 8 സെക്കൻഡ് വീഡിയോ ഉള്ളൂ. ഗൈസ്, സിനിമ കാണാൻ പോയിട്ടോ. ഗൈസ്, ഞാനിപ്പോൾ ഒരു 1:30 ഇപ്പം എൻ്റെ ഡെയിലി പരിപാടി എന്ന് വെച്ചാൽ ഒരു സിനിമ വെച്ച് കാണാം. നല്ലൊരു വൈബാണ്. ചില സമയം ഇംഗ്ലീഷ് മണിക്കൂർ ഇംഗ്ലീഷ് പടം കാണും, അല്ലെങ്കിൽ മലയാളം. ഗൈസ്, ഇന്നലെ ഒരു ഐറ്റം കണ്ട് തീപ്പൊരി ബനി അർജുന അശോകരെ കിടലം പടം. ഗൈസ്, ഒന്ന് ഓണായിട്ട് വരട്ടെ. ഗൈസ്, ഈ പടം നോക്കിയാൽ നിങ്ങൾ MLS കപ്പ് പ്ലേ ഓഫ്സ് എന്ന് പറഞ്ഞിട്ട് ഇതല്ല ഇത് ഫുട്ബോളിൻ്റെ അന്നൊരു ഇപ്പം വരുവേ. ഇത് ഈ സാധനം കോഞ്ചറിങ് അല്ല, ഇപ്പം മറ്റേ ജിയോ സ്റ്റാറിൽ വന്ന പടം ഇതല്ലോ കോഞ്ചറിങ്. പിന്നെ ഇതെന്നാ മഹാഭാരത്, ഏക് ധർമ്മ യുദ്ധ്. ഇത് AI അല്ലേ? ഇത് ഫുൾ AI പടം ഗൈസ്. പിന്നെ ഇതല്ല, വേറൊരു പടം ഉണ്ട് ഗൈസ്, അതിപ്പം വരും. മറ്റേ ആസിഫ് അലിൻ്റെ ആഭ്യന്തര കുറ്റവാളി. ഇല്ല, അത് കാണിക്കുന്നില്ലല്ലോ. ആഭ്യന്തര കുറ്റവാളി നേരത്തെ വന്നിരുന്നു. ഗൈസ്, നമുക്ക് നെറ്റ്ഫ്ലിക്സ് റീചാർജ് അല്ല ഗൈസ്, ഞാൻ യൂട്യൂബിൽ നിന്നാണ് പടം കാണത്. ഇന്നലെ തീപ്പൊരി തന്നെയുണ്ട്. ഏതാ പടം അറിയാം ഗൈസ്? ഈ ജോസഫ് എന്ന പടം ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ്. കിട്ടിട്ടാൻ പടം ലെവൽ ക്രോസാ, പക്ഷേ ഇതാ പെയ്ഡാ ഗൈസ്, പെയ്ഡ്. ഭൂതകാലം ഗൈസ്, 1 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്. ഭൂതകാലം അത് കണ്ടാലോ, പക്ഷെ അത് ഒറിജിനൽ ആണെന്ന് അറിയില്ല. ഒറിജിനലെ കാണിച്ച ഗൈസ്, ഇന്നലെ കണ്ട ഇതാണ് തീപ്പൊരി വെന്നി. അടിപൊളി പടമായിരുന്നു. നോക്കട്ടെ ഗൈസ്, നല്ലൊരു പടം ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട്. ഗൈസ്, അങ്ങനെ സെലക്ട് ചെയ്തിട്ടാ ഗൈസ്. ബിബിൻ ജോർജിൻ്റെ കൂടൽ ഈ പടം കാണാൻ പോകുന്നത്. കണ്ടിട്ട് റിവ്യൂ പറയാം ഗൈസ്. അങ്ങനെ കൂടൽ സെക്കൻഡ് ഹാഫ് വരെ കണ്ടു ഗൈസ്. നമുക്ക് പടം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഫസ്റ്റ് ഹാഫ് വരെ കണ്ടു ഗൈസ്. സെക്കൻഡ് ഹാഫ് കാണുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഒരുമാതിരി പടം. മിസ്റ്ററി ത്രില്ലറാണ് ഗൈസ്. മൊത്തം കാണുന്നുണ്ടായിരുന്നു, പിന്നെ വിചാരിച്ച് കണ്ട. നെക്സ്റ്റ് ഡേ ആയി ഗൈസ്. നിങ്ങൾ ഇത്രയും കണ്ട ക്ലിപ്പ് ഞാൻ ഇന്നലെ എടുത്ത ക്ലിപ്പാട്ടാ ഗൈസ്. ഇന്നലെ വ്ളോഗ് എടുത്തുകൊണ്ട് നോക്കുമ്പോൾ എൻ്റെ ചെവി അടഞ്ഞു ഗൈസ്. ഈ ചെവി എനിക്ക് ഇപ്പോൾ ചെറുതായിട്ട് തുറന്നു വന്നില്ല, ചെവി അടഞ്ഞിട്ടുള്ളേ ഗൈസ്. അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കേണ്ട മൂഡ് പോയി. അങ്ങനെ ഇന്നലെ ഞാൻ വ്ളോഗ് എടുക്കേണ്ടത് ഗൈസ്. ഇന്ന് നവംബർ 3 ഗൈസ്. ഇന്നാ ഞാൻ പിന്നെ വ്ളോഗ് ചെയ്യുന്നത് ഗൈസ്. ഇതെന്തായാലും ഷോർട്ട് വ്ളോഗായിരിക്കും. പനിയെല്ലാം മാറി ഒരുമാതിരി ആയി നിൽക്കുന്നത് ഗൈസ്. തല പൊന്താത്ത അവസ്ഥയാവും. അതെങ്ങനെ പറഞ്ഞുതരുക ഗൈസ്? അതുകൊണ്ട് തന്നെ SV10 എന്ന പേരിൽ ചെറിയൊരു ഷോർട്ട് വ്ളോഗ് ചെയ്യുന്നേ ഉള്ളൂ ഗൈസ്. പനിയൊന്ന് മാറി വരുന്നേ ഉള്ളൂ. അടുത്ത വ്ളോഗ് എന്തായാലും നല്ല പവർഫുൾ വ്ളോഗായിരിക്കും. SV11 ചെയ്യാം. ചാലഞ്ചും ഉണ്ടല്ലോ, കുറേ ഉണ്ട്, ചെയ്യാം. പിന്നെന്ന് പറയുന്നത് എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടല്ല ഗൈസ്, ഒഫീഷ്യൽ QR മൈക്ക് അങ്ങനെയല്ലേ? ഒഫീഷ്യൽ QR മൈക്ക് ഗൈസ്. ആ അക്കൗണ്ടിനെ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പറ്റുന്ന എല്ലാവരും ആ പിന്നിൽ പോയി കയറി എൻ്റെ ഒരു എന്താ പറയുക, വെബ്സൈറ്റ് അല്ല, ഒരു എന്താ പറയുക ഗൈസ്, ഒരു യൂട്യൂബ് പോലത്തെ ഒരു സംഭവം. അത് അതിൻ്റെ അകത്ത് കയറി നിങ്ങൾ എൻ്റെ അക്കൗണ്ട് അതിൻ്റെ അകത്ത് ഫോളോ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലല്ല ഗൈസ്, വേറൊരു സൈറ്റാണ് ഗൈസ്. അതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതിൻ്റെ അകത്ത് ഞാൻ കൂടുതൽ എന്താ പറയുക, ഇങ്ങനെ പോസ്റ്റും അങ്ങനത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക ഗൈസ്. അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സൈറ്റിന് ഞാൻ പേര് നോക്കിയിട്ട് ഇപ്പം പറഞ്ഞുതരാം ഗൈസ്. അതിൻ്റെ പേര് ഇൻസ്റ്റ എന്ന് തന്നെയാണ് കാണുന്നത് ഗൈസ്. ഇൻസ്റ്റാഗ്രാം അല്ല, insta.in എന്ന് കാണുന്നത് ഗൈസ്. അന്നേരം എല്ലാവരും അതിൻ്റെ അകത്ത് കയറി എന്നെ ഫോളോ ചെയ്യുക. QR മൈക്ക് എന്നാണ് പേര്, ചാനലിൻ്റെ അതേ പേരാണ്. പിന്നെ ബദരി, എൻ്റെ ശരിയായ ഒറിജിനൽ നെയിമും ഉണ്ട്, ബദരി എന്നിട്ട് കൊടുത്തിന് ഗൈസ്. അത് വേണേൽ ഫോളോ ചെയ്യുക. അതിൻ്റെ അകത്തല്ല ഞാൻ പോസ്റ്റെല്ലാം ഇടുക, ഞാൻ പോസ്റ്റ് ഇടുന്ന മറ്റെന്നെ തരും.
പിന്നെ പറയുന്നത് എയർപോർട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് കുറേ ഗെയിംസ് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചാർജ് ആയിട്ട് വേണം. അയ്യോ ഒന്ന് ഫോക്കസ് ആവാത്തേ. ഓക്കെ, ഇത് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ ഫുൾ ചാർജ് ആയി. എത്ര 8K ഫുൾ തന്നെ അത്. ഗൈസ് ഈ എയർപോർട്ടിനെ കുറിച്ച് പറയാൻ നല്ല എയർപോർട്ടാട്ടോ ഇത്. ബ്ലൂടൂത്ത് എല്ലാ എയർപോർട്ടും ബ്ലൂടൂത്ത് തന്നെയല്ലേ ഗൈസ്. ഈ എയർപോർട്ടിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കും അത്രേ ഉള്ളൂ. വലിയ പ്രത്യേകതയൊന്നുമില്ല. സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ് ഗൈസ്. TWSൻ്റെ ബ്രാൻഡാണ്. പനി മാറി വന്ന പാടായതുകൊണ്ട് ഗൈസ് ഇന്ന് നേരത്തെ കുളിക്കണം. അന്ന് ഞാൻ ലേറ്റായി കുളിച്ചോണ്ടാണെന്ന് അറിയില്ല. നല്ല പനി വന്നു, കിടപ്പിലാവാനായി ഗൈസ്. അന്നേരം ഇപ്പം സമയം 4:15. ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്നറിയോ? ഗ്ലാസ് ഇല്ല, കൈ തട്ടി വീണാലും പൊളിഞ്ഞതാ. ഇതാ ഈ സൂചിയെല്ലാം വേണമെങ്കിൽ ഒടിയും കണ്ട. ഇങ്ങനത്തെ തരം മോഡൽ സാധനം. അയ്യോ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. 4:10 ഇതിനകത്തെ ടൈം നോക്കുക. ഇതന്നെ കറക്റ്റ് തന്നെ. പനിയെല്ലാം മാറി വന്നുകൊണ്ട് നേരത്തെ കുളിക്കേണ്ടി വരുന്നു ഗൈസ്. എന്തായാലും ഇതൊരു ഷോർട്ട് വ്ളോഗ് ആയിരുന്നു ഗൈസ്. ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം ഗൈസ്. എനിക്കിപ്പോൾ വ്ളോഗ് ചെയ്യാൻ മൂഡില്ല ഗൈസ്. എന്ന് വെച്ചാൽ എന്നാ ഇനിയിപ്പോൾ അറിയോ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഒരു തരം ഒരു മൂകത ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇത്ര 2 ദിവസം ഗ്യാപ്പ് എടുത്ത്. പനി മാറിയിട്ട് ഒരു ദിവസമായി. ഇന്നലെ പനിയെല്ലാം മാറി. ഇപ്പം പനിയൊന്നുമില്ല. ഷോർട്ട് വ്ളോഗ് ചെയ്തതിൽ എനിക്ക് ചെറിയ വിഷമമുണ്ട്. അടുത്ത നല്ല വ്ളോഗായിട്ട് വരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.